ഹായ് ഓൾ, ഇതൊരു ഷോർട്ട് ടെമ്പിൾ ട്രാവൽ വ്ളോഗാണ് കേട്ടോ. മഹാബലിപുരത്തുള്ളത് അതാ കാണുന്നതാണ് മഹാബലിപുരം. ഇത് കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നടക്കാനുണ്ട്, കുറച്ചേ ഉള്ളൂ. അങ്ങനെ നടക്കുന്ന സമയത്ത് രണ്ട് സൈഡിലായിട്ട് ഷോപ്സ് കാണാം, ഐസ്ക്രീം, പിന്നെ അത് കഴിഞ്ഞ് ഇപ്പുറത്ത് വേറെ ബാക്കി ടോയ്സ്, ക്യാപ്സ്, കൂളിംഗ് ഗ്ലാസ്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. അങ്ങനെ ഷോപ്പിംഗ് ചെയ്യാം. അങ്ങനെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ മെയിൻ ആ സൈഡിൽ ഗേറ്റ് കാണാൻ പറ്റും. എൻട്രി ടിക്കറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ 40 റുപ്പീസാണ് ഇന്ത്യൻസിന്, ഫോറിനേഴ്സിന് 600 ആണ്. ഞാൻ എൻ്റെ ഫാമിലീൻ്റെ കൂടെ ആട്ടോ പോയത്. ഇതവിടെ പുറത്ത് വെച്ചൊരു സെൽഫി പോയിൻ്റ് ആയിരുന്നു കേട്ടോ. ജസ്റ്റ് അതിൻ്റെ ഒരു മോഡലായിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഇതാണ് മെയിൻ എൻട്രൻസ്. അവിടെ സെക്യൂരിറ്റിക്ക് ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർ ഉള്ളിൽ കയറ്റും. അങ്ങനെ മെല്ലനെ ഉള്ളിൽ കയറിയാൽ മതി. കയറിയോടെ തന്നെ ബഗ്ഗി പിക്കപ്പ് പോയിൻ്റ് പറഞ്ഞിട്ട് ഒരു ബോർഡുണ്ട്. സീനിയർ സിറ്റിസൺസ്, പ്രഗ്നൻറ്റ് ലേഡീസ്, അങ്ങനത്തെ കുറച്ച് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ നോക്കിയായിരുന്നു, ആർക്കൊക്കെ കയറാൻ പറ്റും. ഫ്രീ റൈഡാണ്. അപ്പം ഇവരൊക്കെ കുറച്ച് അതിനകത്ത് കയറ്റി വിട്ടാലോ വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിയിരുന്നു. പക്ഷേ ഓട്ടാൻ ആളില്ല വണ്ടി. അപ്പോഴേക്കും മക്കളൊക്കെ വണ്ടി കയറി പോകാനുള്ള പുറപ്പാടായിട്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ അവർ കയറാൻ നോക്കുന്നതൊക്കെ കാണുന്നത്. അങ്ങനെ ഡ്രൈവറിന് കുറച്ച് വെയിറ്റ് ചെയ്തു, പക്ഷേ ഡ്രൈവറൊന്നും കാണുന്നില്ല. ഇതാണ് ഡീറ്റെയിൽസ് എഴുതിയത്, ആർക്കൊക്കെ കയറാൻ പറ്റും ഫ്രീ റൈഡിലത്. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് തന്നെ വേറൊരു ബഗ്ഗിയിൽ ഒരു അക്ക വന്ന് വണ്ടി ഓട്ടാൻ വരും വിചാരിച്ച് ഞങ്ങൾ വിചാരിച്ച് ഇപ്പോൾ കയറിയേക്കും ഇവിടെ. പക്ഷേ അക്ക കിറ്റ് എടുത്തിട്ട് നേരെ ആ വഴിക്ക് പോയതാണ്, ഫുഡ് കഴിക്കാൻ പോയതാണ് തോന്നിട്ട്. ഇതൊരു ഏകദേശം ഒരു ഉച്ച സമയമാണ്. പക്ഷെ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. വെയിലുമില്ല മഴയുമില്ല. അപ്പം കുറച്ചും കൂടി നല്ല സുഖത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ടൈമിംഗ് ആയിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കി ആരെങ്കിലും വരുമോ ഡ്രൈവേഴ്സ് എന്നുള്ളത്. പക്ഷെ ആരും വന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. യുനെസ്കോ ലിസ്റ്റിലുള്ള ഒരു മോണമെൻ്റ് ആണ് കേട്ടോ ഈ മഹാബലിപുരത്തുള്ള ഷോർട്ട് ടെമ്പിൾ മാത്രമല്ല വേറെ കുറച്ച് പ്ലേസസും ഉണ്ട്. ഇത് ഡ്രിങ്കിങ് വാട്ടർ നല്ലപോലെ അവൈലബിൾ ആണ്. പല സ്ഥലങ്ങളിലായിട്ട് പെട്ടെന്ന് ദാഹിക്കുന്ന സമയത്ത് കുടിക്കാൻ വേണ്ടി അവർ പല പോയിൻറ്റ്സ് വെച്ചിട്ടുണ്ട്. വാട്ടർ ഫില്ല് ചെയ്യാനും പറ്റും, അപ്പം തന്നെ കുടിക്കാനുള്ള ആ ഒരു ഫെസിലിറ്റി ഉണ്ട്. ഇത് ഗേറ്റിൻ്റെ അടുത്തുനിന്ന് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കറക്റ്റ് കാണുന്ന വ്യൂ ഉണ്ട് രണ്ട് സൈഡും. വാച്ച്മാനൊക്കെ ഉണ്ട് കേട്ടോ. വാച്ച്മാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ കയറുന്ന സമയത്ത് അവർ വിസിലടിച്ച് അവിടെ നിന്ന് പറയുന്നത് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പം ഈ ഒരു ഗാർഡനിലൊക്കെ അവർ കയറാൻ അധികം സമ്മതിക്കില്ല. അതാണ് ഇങ്ങനെ ഇത്ര ആളുണ്ടായിട്ടും ആരും ഗാർഡനിൽ കയറാത്തതും. അതിൻ്റെയൊക്കെ റീസൺ ആ വാച്ച്മാൻ നിൽക്കേണ്ട തന്നെയാണ്. ഈ ബേ ഓഫ് ബംഗാളിൻ്റെ അടുത്തുള്ളതിനെ കൊണ്ട് തന്നെയാണ് ഇതിന് ഷോർട്ട് ടെമ്പിളിനൊരു പേര് വന്നതും അതൊരു യുണീക്കായിട്ടുള്ള ഒരു ഇതായിട്ട് അറിയപ്പെടാൻ കാരണം. സൗത്ത് ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സ്ട്രക്ചറൽ സ്റ്റോൺ ടെമ്പിളാണ് ഷോർട്ട് ടെമ്പിൾ. ഇത് ശരിക്കും ഉണ്ടാക്കിയത് തന്നെ 7th സെഞ്ച്വറി AD പല്ലവാസ് ആട്ടോ ഇത് ഉണ്ടാക്കിയത്. ടെമ്പിളിന് ചുറ്റും ശരിക്കും നന്ദിൻ്റെ കുറേ ശില്പങ്ങൾ വെച്ചിട്ടുണ്ട്, കൊത്തി വെച്ചത്. അതാണ് ഫുൾ ഒരു സ്ക്വയറായിട്ട് തന്നെ. അതിൻ്റെ നടുവിലാണ് ടെമ്പിൾ വരുന്നത്. വിഗ്രഹം കാണാൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്നതാണ്. ഇത് ശരിക്കും ഇരുട്ടത്ത് അങ്ങനെയല്ല, രണ്ട് സൈഡിൽ വെളിച്ചം വരുമ്പോൾ കാണൂല. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും
പറ്റും കേട്ടോ. അങ്ങനെയാണ്, അതാണ് ഒരു തിരക്ക് അവിടെ. അപ്പം ആക്ച്വലി ക്യാമറയിൽ ഞാൻ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, അത്യാവശ്യം കാണുന്നുണ്ടെന്നാണ് തോന്നുന്നത്. വേറൊരു വിശ്വാസം എന്താ വെച്ചാൽ ഈ 7 പഗോഡാസ് ഉണ്ട്. ആ 7 പഗോഡാസിൽ ബാക്കിയൊക്കെ കടലിൻ്റെ അടിയിലായി പോയി, പക്ഷെ ഒന്ന് മാത്രമേ ബാക്കിയുള്ളൂ. അതാണ് വിശ്വാസം. ഷോർട്ട് ടെമ്പിൾ ബിൽഡ് ചെയ്തത് പല്ലവാസ് ആട്ടോ. അതുകൂടാതെ പിന്നെ എന്താ വെച്ചാൽ ഇത് വൺ ഓഫ് ദ ഫേമസ് ടെമ്പിളാണ് മഹാബലിപുരത്തുള്ളത്. യുനെസ്കോ മോണുമെൻറ്റ്സിൽ ഇതാക്കിയ ഒരു ടെമ്പിൾ കൂടിയാണ് ഷോർട്ട് ടെമ്പിൾ. മഴ പെയ്തതിനെ കൊണ്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, ചളി വെള്ളമൊക്കെ ഉണ്ട്, അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷേ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു, ഒരു പെർഫെക്റ്റ് ഈവനിങ് മൂഡിന് പറ്റിയ ഒരു സംഭവമായിരുന്നു. കാരണം വെച്ചാൽ അത്യാവശ്യം തണുപ്പുമുണ്ട്, ചൂടുമില്ല, പക്ഷെ മഴ പെയ്യാച്ചോ അതുമില്ല. കാർമേഘങ്ങൾ വരെ കാണാൻ പറ്റും ശരിക്കും ആകാശത്ത് അത്യാവശ്യം. ഇതാണ് ഒരു പ്രോപ്പർ എൻട്രി എന്ന് പറയുന്നത്. കറക്റ്റ് ഉള്ളിലേക്ക് കയറാനായാലും ഇറങ്ങാനായിട്ടുള്ള ഒരു പ്രോപ്പർ എൻട്രി അല്ലെങ്കിൽ എക്സിറ്റ് പറയുന്നൊരു വഴി ഇതാട്ടോ. ഇതാണ് മെയിൻ എൻട്രൻസ്. എൻട്രൻസിൽ നിന്ന് ഉള്ളിൽ കൂടെ കയറിയിട്ട് പോകാനും ഇറങ്ങാനുള്ള വഴി ഇതാണ് പ്രോപ്പർ വഴി ശരിക്കും. അവിടെ കുറേ പേര് ഓൾറെഡി അത് ശില്പികൾ പലതും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അവിടെ തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും. അടിപൊളി ശരിക്കും നല്ല ഭംഗിയുള്ള കുറേ കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ട്. പല സാധനങ്ങൾ അങ്ങനെ കല്ലിൽ കൊത്തി ഉണ്ടാക്കുന്നത്, ഇതൊക്കെ അവിടെ ഹാൻഡ് മെയ്ഡ് ആട്ടോ, അവർ ചെയ്യുന്നതാണ്. അപ്പം കുറഞ്ഞ പൈസ അങ്ങനെ ശരിക്കും നല്ല അടിപൊളി സാധനങ്ങൾ കിട്ടും. പിന്നെ ചെയിൻസ് ഉണ്ടായിരുന്നു, അതും കുറേ കല്ലുകളാണ്, ലോക്കറ്റ്സ്. അത് ലോക്കറ്റിൽ ഇങ്ങനെ കൊത്തി വെച്ച അങ്ങനത്തെ ഒരു ഷേപ്പുള്ള കല്ലുകളാണിത്. ഞങ്ങൾ പിന്നെ ബീച്ചിലും പോയിട്ടുണ്ടായിരുന്നു. ബാക്ക് സൈഡിലാണല്ലോ ബീച്ച്. അപ്പം അങ്ങനെ മക്കൾക്ക് റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ റൈഡ് കയറാനുള്ള ഇൻട്രസ്റ്റിൽ കയറിയതാണ്. പക്ഷേ അയാളെന്നോട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോളൊറ്റയ്ക്ക് അതിനെക്കൂടെ മോളെ കൂടെ സൈഡിൽ നിൽക്കാൻ പറഞ്ഞതാണ്. പക്ഷെ കയറി കുടുങ്ങിപ്പോയതാണ് സത്യം പറഞ്ഞാൽ. കാരണം വെച്ചാൽ ഇത് തുടങ്ങിയപ്പോൾ വലിയ പ്രശ്നമില്ലായിരുന്നു, പക്ഷെ അത് കറങ്ങാൻ തുടങ്ങിയതിന് ശേഷം അത്യാവശ്യം എയറിൽ പറക്കുന്ന ഒരു കുതിരപ്പുറത്ത് പോകുന്ന ഒരു ഫീൽ തന്നെ വരാൻ തുടങ്ങി. അങ്ങനെ അത്യാവശ്യം തല കറങ്ങാൻ തുടങ്ങി. പിന്നെ ചോദിച്ച് നിർത്തിപ്പിച്ചിട്ടോ ഞാൻ. ബാക്കിയാർക്കും വലിയ പ്രശ്നം ഉണ്ടായില്ല, ബിക്കോസ് ഉള്ളിലാണല്ലോ ഇരിക്കുന്നത്. ഉള്ളിലിരിക്കുന്നത് വലിയ പ്രശ്നമല്ല, പുറത്തിരിക്കുന്നതാണ് പ്രശ്നം. ഈ കുതിരൻ്റെ മേൽ കയറുന്ന നമ്മളിങ്ങനെ സൈഡിൽ കൂടെ ശരിക്കും പറക്കുന്നത് ചെറിയ രീതിയിലൊരു പറക്കുന്നൊരു ഫീൽ വരും നമുക്ക്. തെറിച്ച് നമ്മൾ വീണ് പോകുന്നൊരു ഫീൽ വരും നമുക്ക്. ഇതാണ് ബീച്ച്. ഒരു സാറ്റർഡേ ആയതിനെ കൊണ്ട് തന്നെ അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അടിപൊളി ഒരു ക്ലൈമറ്റും അങ്ങനത്തെ ഒരു വൈബൊക്കെ അതിനെക്കൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ ഓൾ ഇൻ ഓൾ ഒരു പെർഫെക്റ്റ് ഈവനിങ് ആയിരുന്നു.